അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ പ്രാവിനെ വിട്ടിട്ടുണ്ട്. ഇന്ന് നല്ല ഹൈറ്റ് കയറി ഫാമിൽ നിന്ന് പറക്കുന്നുണ്ട്. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. അതിൻ്റേതായിരിക്കും, വലിയ വെയിലില്ലാത്തതുകൊണ്ട് കൂടെ ആയിരിക്കാം ഇന്ന് നല്ല ഉഷാറായിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ പ്രാവിനെ പറത്തുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ട ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് സാമ്പിൾ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ട്രേ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ പൈപ്പും എൽബോയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൈസ് എടുത്തത്. ഇല്ലെങ്കിൽ ഇതിനായിട്ട് ശകലം കൂടെ ഹൈറ്റ് കുറഞ്ഞ സൈസ് എടുത്തത്. ഒരു 2.5 ഇഞ്ചൊക്കെ എടുത്തന്നെയായിരുന്നു പൈപ്പ്. ഇത് 3 ഇഞ്ച് പൈപ്പ് വീട്ടിൽ കിടന്നതുകൊണ്ട് നമുക്ക് ഈ എൽബോയും കാര്യങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട്, വീട്ടിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കിയപ്പോൾ ഉള്ള ബാലൻസ് സാധനങ്ങളുണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വെളിയിൽ നിന്ന് നമ്മൾ ട്രേ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 5 ട്രേ എങ്കിലും വേണം നമുക്ക്. തീറ്റപാത്രം വേണം അത് ഫുഡ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് കൂടെയാണ്. കാരണം ഈ തീറ്റപാത്രത്തിൻ്റെ മുകളിൽ അടപ്പ് തെറിച്ച് പോകണമെങ്കിൽ ഇതിനകത്തൂടെ പ്രാവ് ഇറങ്ങി അതിനകത്ത് കിടക്കും. പിന്നെ നമ്മൾ വന്നാലേ എടുത്ത് വിടാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ അവർ കറക്റ്റായിട്ട് കഴിക്കുകയും ചെയ്യും, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവുകയില്ല. ഞാൻ നേരത്തെ ഒറ്റ ലെങ്തിലുള്ള പൈപ്പാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ആ വെപ്രാളത്തിൽ ഓടി വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തട്ടിമറിഞ്ഞ് പോവുക, അല്ലെങ്കിൽ എല്ലാം കൂടെ കയറിയിട്ട് മുകളിൽ അടഞ്ഞു നിന്ന് മറ്റുള്ളതിന് കഴിക്കാൻ പറ്റാതെ അടിപിടിയാവുക. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കണമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് ദിവസമായി ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചിട്ട്. പക്ഷേ അത് ഇന്ന് നോക്കിയപ്പോൾ ആ ഒരു മൂഡായതുകൊണ്ട് ഞാനതങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഇന്ന സൈസ് അളവൊന്നുമില്ല. നമുക്കിപ്പം 2 ഇഞ്ച് മുതൽ മുകളിലോട്ട് എത്ര ഇഞ്ച് വേണം നമ്മളെ സൗകര്യത്തിനനുസരിച്ച് കിട്ടാവുന്ന സൈസ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ്സ് കിട്ടുന്ന സാഹചര്യവും വെച്ചിട്ട് നമുക്ക് എത്ര സൈസ് വേണമെന്നുണ്ടെങ്കിലും എടുത്ത് ചെയ്യാം. എത്ര ലെങ്തിലോ എത്ര രീതിയിലോ ചെയ്യാം. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. നമ്മളെ സൗകര്യത്തിന് നമ്മുടെ കൂടിനും അനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിപ്പോൾ പ്രാവും പറക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളപ്പോൾ ഇത് ചില നേരത്തെ അങ്ങോട്ട് മുകളിലോട്ട് നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇത് പണി അടക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ടൈമിലൊക്കെ ആകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കും. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് ഇന്ന സാധനം ഇത്ര അളവ് എന്നൊന്നും പറയുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് അവരവരങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയ കാണിച്ചിരുന്നു. ഐഡിയ കാണിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഉപയോഗം എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രാവ് പറത്തുമ്പോൾ അപ്പുറം ഇപ്പുറം എന്നൊക്കെ പ്രാവുകൾ വന്ന് കൂടെ പറക്കുന്നുണ്ട്. എന്നാലും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറ്. നമ്മളത് ആ മോട്ടിൽ നല്ല രീതിയിൽ ഇണക്കിയിട്ടിരിക്കുന്നുണ്ട്. അതുമാരെങ്ങും മാറി ചവിട്ടൂല എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും എത്ര പ്രാവ് വന്നിരുന്നാലും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറത്തും. പ്രാവിനെ കണ്ടതിൽ കൂടെ ആവേശം കൂടും. അപ്പോൾ വീണ്ടും പറത്തൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്ത്, ഇതിന് ഹൈറ്റ് കൂടിപ്പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിന്ന് കൊത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശകല താഴ്ത്തി കട്ടിയെടുത്താൽ മതി. പക്ഷേ താഴ്ത്തി കട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തീറ്റ വെളിയിൽ തെറിച്ച് പോകും. ഇച്ചിരി ഇങ്ങനെ വട്ടമുള്ളതാണെങ്കിൽ ഇവർ കൊത്തി എറിയുന്ന തീറ്റകൾ വെളിയിൽ തെറിച്ച് പോകത്തില്ല. അങ്ങനെ ഒരു മെച്ചം കൂടെ ഇതിനുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാനായിട്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആക്സ ഫ്രെയിം ഒന്നും ഉപയോഗിക്കാറേ ഇല്ല. അത് ഇങ്ങനെ ഈ കട്ട് ചെയ്യുന്നതിന്. ഇതിന് ഞാൻ ചെയ്യുന്നത് ചില നൈഫ് അങ്ങോട്ട് ചൂടാക്കിയിട്ട് അതിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങ് സുഖമായിട്ട് കട്ട് ചെയ്ത് പോകും. അങ്ങനെ 4 സൈഡും കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ ഈ നടുക്ക് ഇത്രയും ഗ്യാപ്പ് കിടക്കുന്നതുകൊണ്ട് പ്രാവുകൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ അവർക്ക് അപ്പുറം അപ്പുറം നിന്ന് ഏകദേശം ഒരു 10-100 എണ്ണത്തിന് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ അത്രയും ലെങ്തിലുള്ള പൈപ്പ് ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഓരോരോ വീഡിയോസ് ഇടും. താല്പര്യമുള്ളവർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അയ്യോ അതിനൊരു ഫോൾട്ട് ഉണ്ട്, അവിടെ അത് ചെയ്തത് ശരിയായില്ല, അതിങ്ങനെയല്ല ചെയ്യേണ്ടത്, അതൊന്നുമല്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടെ അയച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ പ്രാവുകളുടെ മരുന്നിൻ്റെ കേസ് ഇപ്പോൾ പലരും വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് പറ്റുന്ന സമയങ്ങളിലാണെങ്കിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. റിപ്ലൈ കിട്ടിയില്ല എന്ന് 2-3 പേര് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എടുക്കുന്നില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം അടുത്ത ഒരു മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ ക്ലിയർ ആവും, ഫുള്ള് സെറ്റിലാവും. അപ്പോൾ അതേപോലെ തന്നെ തീറ്റയുടെ ക്രമങ്ങൾ എല്ലാം പ്രാവിൻ്റെതും കാര്യങ്ങളും എല്ലാം നോക്കുക. നമ്മൾ ഇങ്ങനെ ഈ കണക്ക് ട്രേയിൽ തീറ്റ കൊടുക്കുമ്പോഴുള്ള ഗുണം അതിൻ്റെ കാഷ്ടത്തിൽ ഈ ഫുഡ് വീഴാതിരിക്കും. അപ്പോൾ നമുക്കത് സൗകര്യം. ഇപ്പോൾ കണക്ക് ഒരു 4 സൈഡ് കണക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ട്രേയിൽ നമ്മൾ ഒരെണ്ണത്തിലും ഗ്ലൂ ഉപയോഗിച്ചിട്ടില്ല. ഗ്ലൂ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊരി ക്ലീൻ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അതാ ഇപ്പോൾ ഇവിടെ വെച്ചപ്പോൾ മറ്റേതെല്ലാം കൂടെ
ഒരുമിച്ച് കിടന്ന് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് സക്സസ് ആണ്. ഇനിയിപ്പോൾ വെള്ളത്തിനും കൂടെ ഒരു നല്ലൊരു സൗകര്യം ഉണ്ടാക്കണം. ഈ വെള്ളത്തിന് സാധാ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതും ചില നേരത്ത് നമുക്ക് തികയാതെ വരും. അപ്പോൾ ഇതേ കണക്ക് നല്ല ഒരു ഐഡിയ ഒപ്പിച്ച് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രാവുകൾ പറന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ഇടുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ മെസ്സേജ് ഇടുകയോ ചെയ്താൽ മതി. ഞാൻ അതിന് പറ്റുന്ന സമയങ്ങളിൽ റിപ്ലൈ ഇടാം. മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ.